നമസ്കാരം. ഇത് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് മാത്രം, മെമ്പർഷിപ്പ് എടുക്കാൻ അഥവാ പണം തന്ന് കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. അല്ലാതെ എൻ്റെ അറിവുകൾ നിങ്ങൾ അങ്ങനെ ഫ്രീയിൽ ചാർത്തിക്കൊണ്ട് പോകണ്ട. എന്താ കാണണമെന്നുള്ളൊരു മാത്രം കണ്ടാൽ മതി. എനിക്കൊരു നിർബന്ധമില്ല. ഇതല്ലേ യൂട്യൂബിൽ കിടന്നോളൂ, വർഷങ്ങളോളം കിടന്നോളൂ. നമുക്ക് കഥയിലേക്ക് വരാം. നിങ്ങൾ നിരന്തരം കാണുന്ന ഒരു വാർത്തയാണ് രാത്രികാലങ്ങളിൽ ഭാര്യ കൊല്ലപ്പെടുന്നു, ഭർത്താവിനാൽ കൊല്ലപ്പെടുന്നു. കാരണം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? കാരണം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അറിയാൻ ഒരു വഴിയുമില്ല. അനുഭവസ്ഥർക്ക് ചിലപ്പോൾ അറിയാൻ കഴിയും, അല്ലാത്തവർക്ക് അറിയാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് ഭാര്യമാർ രാത്രിയിൽ കൊല്ലപ്പെടുന്നത്? അതും അർദ്ധരാത്രിക്ക് ശേഷവും അർദ്ധരാത്രിയിലും. ഒരു വലിയ സബ്ജക്റ്റാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സബ്ജക്റ്റാണ്. പക്ഷേ നിങ്ങൾ ആരും അത് അത്ര പ്രാധാന്യത്തോടെ എടുത്തു കാണില്ല എന്നതാണ് നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളിൽ ഒന്ന്. രാത്രികാലങ്ങളിൽ അർദ്ധരാത്രിയിൽ ഭാര്യമാർ കൊല്ലപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സെക്സുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. അതിലൊന്ന് ഞാൻ ഇന്ന് സ്ത്രീകളുടെ ഈ വീഡിയോയിൽ പറയുന്നത് സ്ത്രീകളുടെ വേർഷൻ മാത്രമാണ്. സ്ത്രീകൾ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്തിരിക്കേണ്ട കാര്യങ്ങളും മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അടുത്ത വീഡിയോയിൽ മറ്റു കാര്യങ്ങൾ പറയാം. സാധാരണ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾ പഠിച്ചു വെച്ചിരിക്കുന്നത് അവരുടെ പുരുഷൻ സെക്സിന് വരുന്ന സമയത്ത് അടച്ചു വെച്ചിട്ട് അവന് സെക്സ് അനുവദിച്ചു കൊടുക്കാതെ അവനെ കൂടുതൽ ടൈറ്റാക്കിക്കൊണ്ട് അവരുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കുക എന്ന ഒരു മിഥ്യാധാരണ നമ്മളുടെ സ്ത്രീകളിൽ വന്നുപെട്ടിട്ടുണ്ട്, പ്രത്യേകിച്ചും മലയാളി സ്ത്രീകളിൽ. അപ്പം സാധാരണ പുരുഷന്മാര്, നമ്മളറിയേണ്ട ഒരു കാര്യം, ആരോഗ്യമുള്ള ഒരു പുരുഷൻ 2 ദിവസം കൂടുമ്പം അവന് സെക്സ് ആവശ്യമാണ്. അത് അവന്റെ ജൈവികമായ ആവശ്യമാണ്. അപ്പം ഈ സെക്സ് ജൈവികമായ ആവശ്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും ഇത്ര അത്യാവശ്യ കാര്യമാണോ? തീർത്തും 100% അത്യാവശ്യ കാര്യമാണ്. ആരോഗ്യമുള്ള ഒരു പുരുഷന് 2 ദിവസം കൂടുമ്പം അവന്റെ സെമൻ ഇങ്ങനെ തയ്യാറായിക്കൊണ്ടേയിരിക്കും. സെമൻ തയ്യാറായിക്കൊണ്ടിരിക്കുമ്പം, പ്രത്യേകിച്ച് ഒരു ഭാര്യ ഉള്ള പുരുഷനാണെങ്കിൽ, അവന് സ്വാഭാവികമായിട്ടും 2 ദിവസം കൂടുമ്പോൾ സെക്സ് ചെയ്യാൻ ആഗ്രഹം വരും. ആ സെക്സ് ചെയ്യാനുള്ള ആഗ്രഹം വരുന്ന സമയത്ത് സ്ത്രീകള് അതിനനുവദിക്കാതെ ഇരിക്കുകയും പുരുഷന്മാരെ, ഭർത്താക്കന്മാരെ അവഹേളിക്കുകയും ചെയ്യുന്ന ഒരു രീതി തുടർന്ന് വരുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്ത് ഫാമിലി കൗൺസിലിങ്ങിന് വരുന്നതിൽ 99% ആളുകളും നേരിടുന്ന പ്രധാന പ്രശ്നമാണിത്. അപ്പം ഒരു ദിവസം ആ സ്ത്രീ അനുവദിച്ചില്ല, പുരുഷൻ പിന്മാറും. 2ാമത്തെ ദിവസം അതായി, അപ്പോഴും അവൻ പിന്മാറി. 3ാമത്തെ ദിവസമായി, അപ്പോഴത്തേക്കൊക്കെ അവൻ ചിന്തിച്ചു തുടങ്ങും, കുടുംബമല്ലേ, തല്ലിക്കലക്കി പോകണ്ട എന്ന് കണ്ട് അപ്പോഴും അവൻ പിന്മാറും. ഇതിങ്ങനെ നിരന്തരമായിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം എല്ലാ അതിർവരമ്പുകളും വിട്ടിട്ട് ഇവൻ ഈ സ്ത്രീയെ പ്രാപിക്കാൻ ചെല്ലും. ഈ സ്ത്രീയെ പ്രാപിക്കാൻ ചെല്ലുന്ന സമയത്ത് സ്വന്തം ഭാര്യയായാൽ കൂടി അവരതിന് അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ അപ്പോഴാണ് ഇവന്റെ മനസ്സിൽ ഈ രൗദ്രഭാവങ്ങൾ വരുന്നത്. അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് എത്തുന്നത്. നിങ്ങൾ അറിഞ്ഞോ? കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടില്, ആലപ്പുഴ ജില്ലയില് വെൺമണി പഞ്ചായത്തിൽ പുന്തല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇതേപോലൊരു കൊലപാതകം നടന്നിട്ടുണ്ട്. ഞാൻ ഇത്തരം കൊലപാതകങ്ങൾ സസൂക്ഷ്മം വീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം ഈ കൊലപാതകം നടന്ന് വാർത്തകളെല്ലാം മാധ്യമങ്ങൾ ചെയ്തു. ഈ ഞാൻ പറയുന്ന വിഷയങ്ങൾ ഒരു മാധ്യമങ്ങളും പറയില്ല. കാര്യം അത് അവരെ ബാധിക്കുന്ന വിഷയമല്ല. പോലീസിന്റെ റിപ്പോർട്ടിൽ പോലും ഇതുണ്ടാകില്ല. കാര്യം പോലീസിന് അതിന് കൃത്യമായ ഡയറക്ഷൻ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പം അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമ്മുടെ സർക്കാർ ഇന്ന് വരെ ചിന്തിച്ചു പോലും തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവർ ചിന്തിക്കുന്നവരെ നമുക്ക് കാത്തിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ഈ വീഡിയോ കണ്ടതിന്, ഈ ന്യൂസ് കേട്ടതിന് ശേഷമാണ് ഞാൻ ഇത്തരം
ഒരു പെയ്ഡ് വീഡിയോസ്, അതായത് നിങ്ങൾ കാശ് തരിക, വേണേ കാണുക, വേണ്ട എങ്കിൽ കാശ് തരാൻ തയ്യാറല്ല, നിങ്ങൾ കാണണ്ട, നിങ്ങൾ ഗുണം പിടിക്കണ്ട എന്നുള്ളത് ഒരു പക്ഷത്തിലോട്ട് ഞാൻ എത്തിയത്. നമ്മളുടെ കുടുംബ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിരന്തരം വീഡിയോകൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. അത്യാവശ്യക്കാർ മാത്രം കണ്ടാൽ മതി. തുടക്കത്തിലൊക്കെ ചെറിയ റേറ്റിൽ നിങ്ങൾക്ക് കാണാം. പിന്നീടായി കഴിയുമ്പോൾ ഞാൻ നല്ല റേറ്റ് തന്നെ വെക്കും. വേണ്ടുന്നവർ കണ്ടാൽ മതി. ഇല്ല ഞാൻ ചത്ത് കെട്ടുപോയാലും ഇത് യൂട്യൂബിൽ കിടക്കും, നിങ്ങൾക്ക് അന്നും കാണാൻ അവസരം കാണും. നമുക്ക് കഥയിലേക്ക് വരാം. അങ്ങനെ ഈ പുരുഷന്റെ തലയിൽ കണ്ടമാനം ടെൻഷൻ കെട്ടിക്കിടക്കുമ്പോഴാണ് ഒരു ദിവസം ഇവൻ കൊലപാതകയാകുന്നതും സ്വയം ആത്മഹത്യ ചെയ്യുന്നതും. ഇതൊരു നിരന്തര സംഭവമാണ്, എല്ലാ കുടുംബങ്ങളിലും നടക്കുന്ന സംഭവമാണ്. നമ്മളുടെ കേരളത്തിലെ സ്ത്രീകൾക്ക്, പുരുഷന്മാർക്കും കൃത്യമായ സെക്സ് എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം. കാര്യം സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ മാരകമായ പ്രശ്നമാണ്, നമ്മൾ ചർച്ച ചെയ്യാൻ പാടില്ല, അത് സാമൂഹ്യ വിരുദ്ധമാണ്, അത് വിദ്യാസമ്പന്നർക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ നാട്ടിൽ ഒരുപാട് കൊലച്ചതികൾ നമ്മളെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് നമ്മളുടെ കുടുംബങ്ങൾ തകരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ. നിങ്ങൾക്കറിയാമോ, കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടൊക്കെ ഡൈവോഴ്സ് ആകുന്ന കേസുകളും നിരന്തരം ഇഷ്ടം പോലാണ്. നമ്മുടെ നാട്ടിലെ കേസുകൾ നിരന്തരം ഇങ്ങനെ സംഭവിക്കാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഈ സെക്സ് ആണ്. യഥാസമയം സെക്സ് നടക്കപ്പെടാതെ വരുമ്പോഴാണ് സ്ത്രീക്കും പുരുഷനും അമിതമായ ടെൻഷൻ കൂടി അവരുടെ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളിലെല്ലാം അവർ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതും തമ്മിൽ ശണ്ടയാകുന്നതും കലശലായ ശണ്ട കൂടി അവസാനം കൊലപാതകത്തിലും ഒക്കെ ചെന്ന് പ്രാപിക്കുന്നത്. അപ്പൊ അതിനെന്താണ് പരിഹാരം എന്നാണ് എൻ്റെ ജീവിത എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു തുടക്കമാണ്, ഇത് 1ാമത്തെ വീഡിയോ ആണ്. ഞാനിങ്ങനെ നിരന്തരം ഈ കുടുംബ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. നിങ്ങൾക്ക് കാണണേ കാണാം, അത് നിങ്ങളുടെ പ്രശ്നം, കണ്ടില്ലെങ്കിൽ എനിക്ക്. അപ്പം നമുക്ക് സെക്സിലേക്ക് വരാം. ഞാൻ പറഞ്ഞ 2 ദിവസം കൂടുമ്പോൾ പുരുഷന്റെ സെക്സ് അത്യാവശ്യമാണ്. 3 ദിവസമായാൽ എന്ത് സംഭവിക്കും നമുക്കൊന്ന് പരിശോധിക്കണം. 3 ദിവസമായി 4 ദിവസമായി അവന്റെ ഭാര്യ അവന് സെക്സ് അനുവദിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവന് ടെൻഷൻ കൂടും. ആ ടെൻഷനുമായിട്ട് ആ പുരുഷൻ അവന്റെ എല്ലാ പ്രവർത്തികളിലും അത് പ്രതിഫലിച്ചു തുടങ്ങും. ഒരുപക്ഷെ കുടുംബത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും. അതിനു മുൻപ് തന്നെ സമൂഹത്തിലൊക്കെ തന്നെ അവൻ ഒരുപാട് പ്രശ്നങ്ങളിൽ ചെന്നുപെടും. നമുക്കറിയേണ്ട ഒരു കാര്യം, മൃഗങ്ങൾക്കായാലും മനുഷ്യനായാലും ഇത് ഒരു ഇമ്പോർട്ടൻ്റ് വിഷയം തന്നെയാണ്. ഇത് നമ്മളുടെ ആരോഗ്യമായിട്ട് റിലേറ്റഡ് ആണ്, നമ്മളുടെ മാനസിക ആരോഗ്യവുമായിട്ട് പോലും റിലേറ്റഡ് ആണ്. നമ്മളുടെ മാനസികാരോഗ്യം നല്ല നിലയിൽ പരിപാലിച്ചു കൊണ്ടുപോകാൻ വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും പുരുഷന് ഇത് അത്യാവശ്യം തന്നെയാണ്. ഒരുപക്ഷെ സ്ത്രീകളുടെ വേർഷൻ ഞാൻ ഇനി എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന സ്ത്രീകളുടെ വോയിസ് റെക്കോർഡ് ചെയ്ത് നിങ്ങളെ കേൾപ്പിക്കാം. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ ബോധ്യം വരും. ഞാൻ പറയുന്നത് നമ്മളുടെ സ്ത്രീകൾ ഈ സെക്സ് ഒരു ആയുധമായിട്ട് പ്രയോഗിക്കാതിരുന്നാൽ അവരുടെ കുടുംബ ഭദ്രത ഒന്നുകൂടെ മെച്ചപ്പെടും. 2ാമത്തെ പ്രശ്നം, പുരുഷന്മാര് അവരുടെ പോരായ്മകൾ ഒക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ സ്ത്രീകൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്, നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവരുടെ ആരോഗ്യ സംരക്ഷണം അല്ലെങ്കിൽ ബോഡി ഷേപ്പ്. ഇതിനെപ്പറ്റിയൊന്നും നമ്മളുടെ സ്ത്രീകൾക്ക് കൃത്യമായ ധാരണയില്ല. നമ്മളുടെ സ്ത്രീകള് പ്രത്യേകിച്ചും ആദ്യത്തെ ഒരു പ്രസവമൊക്കെ കഴിയുന്ന ഉടനെ പിന്നെ അങ്ങ് വയറും ചാടി കണ്ടമാനം മാംസം പിടിപ്പിച്ച് ഒക്കെ പുരുഷന്മാരുടെ മുമ്പിലോട്ട് ചെല്ലുമ്പം ആദ്യമൊക്കെ അവരത് എന്റർടൈൻ ചെയ്യുമെങ്കിലും പിന്നീട് അവർക്ക് സ്ത്രീകളോട് അത്ര പന്തിയല്ലാത്ത ഫീലാണ് വരുന്നത്. അതുകൊണ്ട് നമ്മളുടെ സ്ത്രീകൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോഗ്യം സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ശരീരത്തിന്റെ ബോഡി ഷേപ്പ് റെഗുലറായിട്ട് കീപ്പ് ചെയ്യാൻ കഴിയണം.
ഒരുപക്ഷെ നിങ്ങളുടെ 60-65 വയസ്സ് വരെ നിങ്ങൾ അതങ്ങനെ കീപ്പ് ചെയ്യേണ്ടി വരും. കീപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പുരുഷന്മാര് വേറെ സ്ത്രീകളെ പ്രാപിക്കാൻ പോകാതെ നിങ്ങളുടെ അടുത്ത് മാത്രം വന്നുകൊണ്ടേയിരിക്കും. ഇപ്പൊ നിങ്ങള് എത്ര കൂടുതൽ അടച്ചു വെക്കാൻ ശ്രമിക്കും, അത്രയധികം നിങ്ങളുടെ പുരുഷന്മാര് പല സ്ത്രീകളുടെ അടുത്ത് പോയിക്കൊണ്ടിരിക്കും. അത്രയധികം നിങ്ങളുടെ പുരുഷന്മാര് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിക്കൊണ്ടിരിക്കും. അപ്പം സ്ത്രീകൾ ചെയ്യേണ്ടത് ഈ സെക്സിന് തയ്യാറാകുന്ന പുരുഷനെ അത് അനുവദിക്കാതിരിക്കുന്നത് സ്ത്രീകൾ ചെയ്യുന്ന ഒരു വലിയ ചതിയാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനോടും നിങ്ങളോട് തന്നെ ചെയ്യുന്ന ചതിയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്ത്രീകൾ ഇക്കാര്യം ഇനി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് എൻ്റെ വ്യൂവേഴ്സ്, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാനേ നിങ്ങളുടെ അനാവശ്യ തടി, നമുക്കറിയാം, നമ്മുടെ നാട്ടില് റോഡിലൂടെ നടന്നു പോകുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ നാട്ടിലെ ഒരു വലിയ ശതമാനം സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൃത്യമായ ഒരു ബോഡി ഷേപ്പ് ഒന്നുമില്ല. ഒരു വീപ്പക്കുറ്റി പോകുന്ന മാതിരിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്തരം സ്ത്രീകളെ കാണുന്നുണ്ട്, സത്യത്തിൽ ഛർദ്ദിക്കാൻ വരും. എനിക്ക് അവരോട് അങ്ങനെയുള്ള സെക്സ് ഫീൽ ഒന്നും വരാറില്ല. അതിനു പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ശരീരം കൃത്യമായിട്ട് കീപ്പ് ചെയ്യണം. എല്ലാ വിവാഹിതരായ സ്ത്രീകളും ചെയ്യേണ്ട ഒരു പ്രധാന പണിയാണ് നിങ്ങളുടെ ശരീരം കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക, നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുക, നിങ്ങളുടെ പുരുഷൻ ആഗ്രഹിക്കുന്ന രീതിയിൽ സംരക്ഷിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതം നല്ല അടുക്കിച്ചിട്ടയുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, നമ്മുടെ നാട്ടിലെ 85-90 വയസ്സായ ഭാര്യ ഭർത്താക്കന്മാര് നല്ല സ്നേഹത്തോട് ജീവിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര അസൂയൊക്കെ തോന്നാറുണ്ട്. ആ അസൂയ തോന്നാനുള്ള കാരണം എന്താണ്? അവര് ഇതൊക്കെ സസൂക്ഷ്മം അറിഞ്ഞോ അറിയാതെയോ കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്നത് കൊണ്ടാണ് അവർ അത്ര സന്തുഷ്ടരായിട്ട് ജീവിക്കാൻ കഴിയുന്നത്. നിങ്ങൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം നരകമായി മാറുന്നത്. അപ്പം ഈ 1-ാമത്തെ ചാപ്റ്ററിൽ എനിക്ക് പറയാനുള്ളത്, കേരളത്തിലെ സ്ത്രീകൾ നിങ്ങളുടെ പുരുഷന്മാർക്ക് സെക്സ് തടഞ്ഞു വെക്കുന്ന പണി ഒഴിവാക്കണം, നിങ്ങളുടെ കുടുംബ ഭദ്രതയ്ക്ക്. രണ്ടാമത്, നിങ്ങളുടെ ശരീരത്തിന്റെ ആകൃതി, നമുക്കൊരു മനുഷ്യനൊരു ശരീരത്തിന്റെ ആകൃതി തന്നിട്ടുണ്ട്. അത് അത്യാവശ്യം നിങ്ങൾ വിവാഹിതരാകുന്ന സമയത്തുള്ള രീതിയിലെങ്കിലും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ കഴിയണം. അല്ലാതെ ഒരു പ്രസവം കഴിഞ്ഞ് 2 പ്രസവം കഴിയുമ്പോഴത്തേക്ക് ഇല്ല മേളിൽ നിന്ന് താഴെ വരെ ഒരൊറ്റ ഷേപ്പായിരിക്കും. സ്ത്രീകൾ അറിയേണ്ട ഒരു വിഷയം, സ്ത്രീകളുടെ ഏറ്റവും നല്ല ആകർഷണ വസ്തു അവരുടെ മാറിടമാണ്. അവരുടെ പുരുഷനായാലും പരപുരുഷന്മാരായാലും എല്ലാവരും മുഖത്തല്ല ശ്രദ്ധിക്കുന്നത്. മുഖം ശ്രദ്ധിക്കും 1%, പക്ഷെ അതിൽ കൂടുതൽ അവരുടെ മാറിടത്തിന്റെ അവസ്ഥയാണ് അവര് ശ്രദ്ധിക്കാറുള്ളത്. അത് പരപുരുഷന്മാരായാലും സ്വന്തം ഭർത്താക്കന്മാരായാലും ഈ മാറിടം എങ്ങനെ സംരക്ഷിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ച് നിങ്ങളോട് സെക്സ് ചെയ്യാനുള്ള കൂടുതൽ ആകർഷണം ഉണ്ടാകും. ഞാനീ പറയുന്നതൊക്കെ ശാസ്ത്രമാണ്, അല്ലാതെ ചുമ്മാതെ ഐഡിയയായി വായി വരുന്നതൊന്നും പറയുകയല്ല. തർക്കമുള്ളവരൊക്കെ അത് തർക്കപരിഹാരത്തിന് എന്നെ സമീപിച്ച് ഞാൻ തർക്കപരിഹാരം നടത്തിത്തരാം. അതിനൊക്കെയുള്ള വഴികൾ നിങ്ങൾ തേടണം. ഇന്ന് ഗൂഗിൾ നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലെല്ലാം സ്മാർട്ട് ഫോൺ ഉണ്ട്. നിങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ സ്വയം കണ്ടെത്തണം. കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ പരിഹരിച്ചു തരാൻ എനിക്ക് ശ്രമിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ഓരോ സ്ത്രീകളും നിങ്ങൾ അത്യാവശ്യം വിവാഹിതരാകുന്ന സമയത്തുള്ള നിങ്ങളുടെ ആ ബോഡി എങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് വേണം നിങ്ങളുടെ ലൈഫ് ലോങ് അവസാന കാലം വരെ ജീവിക്കാൻ. ജീവിച്ചില്ലേ നിങ്ങളുടെ പുരുഷന്മാര് ഈ പറഞ്ഞ പലവിധ പ്രശ്നങ്ങളിലെ വിടും. അതല്ലെന്നുണ്ടെങ്കിൽ അവസാനം അവൻ വേറെ സ്ത്രീകളുടെ അടുത്ത് പോകും. അങ്ങനെ ഒരുപാട് കുടുംബങ്ങളിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ ഇവന്മാരാള് പുലികളാണ്. എവിടെ അവസരം കിട്ടിയാലും അവിടെ പോയി നീന്തി തുടിക്കുന്നവരാണ്. അപ്പം നിങ്ങളുടെ ജീവിതം നന്നായി മുന്നോട്ട് പോകണം, മാതൃകാപരമായി ജീവിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുണ്ടെങ്കിൽ സ്ത്രീകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗങ്ങൾ കാണാം.
ഇത് റെഗുലറായിട്ട് കാണണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. റെഗുലറായിട്ട് കണ്ടെങ്കിലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുള്ളൂ. അപ്പൊ ശരി എന്നാ.